ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ കുഡ് ഹാവ് എന്നതിൻ്റെ ഉപയോഗമാണ്. കുഡ് ഹാവ്, കുഡിന്റെ ഉപയോഗം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവന് പാടാൻ കഴിഞ്ഞു, ഹി കുഡ് സിംഗ്. അവന് വരാൻ സാധിച്ചു, ഹി കുഡ് കം. ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹാവിന്റെ ഒരു പ്രധാന ഉപയോഗവും നമ്മൾ കണ്ടിട്ടുണ്ട്. പൊസഷൻ, ഉടമസ്ഥതയെ കാണിക്കാൻ. ഞങ്ങൾക്കൊരു വീടുണ്ട്, വി ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ട്, ഐ ഹാവ് എ ഹൗസ്. ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുഡ് ഹാവ് എന്ന് പറയുമ്പോൾ അർത്ഥങ്ങളൊന്നും അല്ല എന്ന രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ മലയാളത്തിൽ പറയുന്നത് എനിക്ക് എഴുതാമായിരുന്നു, നിനക്ക് വരാമായിരുന്നു, അവന് പഠിക്കാമായിരുന്നു, അവർക്ക് എന്നെ സഹായിക്കാമായിരുന്നു. ആ രീതിയിലുള്ള വാചകങ്ങളാണ് ഇംഗ്ലീഷിൽ കുഡ് ഹാവ് വെച്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഘടന നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം എന്താണെന്ന്. ഇങ്ങനെയുള്ള വാക്കുകൾ മനസ്സിലാക്കിയിരിക്കണം. സബ്ജക്റ്റ്, വെർബ്, സിംഗുലർ, പ്ലൂരൽ, പിന്നെ ഈ 4 ഫോംസ്. പിന്നെയുള്ള നിയമം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ സബ്ജക്റ്റ്, അതിന്റെ കൂടെ കുഡ് ഹാവ് വയ്ക്കും. അതിന്റെ കൂടെ വെർബിന്റെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വയ്ക്കുക. എപ്പോഴും ആ ഫോമേ ഉപയോഗിക്കും. നമ്മൾ ഒരു വാചകം കണ്ടു കഴിഞ്ഞു, ഐ കുഡ് ഹാവ് റിട്ടൺ. എനിക്ക് എഴുതാമായിരുന്നു. ഇതിലെ വേർബ് എന്ന് പറയുന്നത് കുഡ് ഹാവ് റിട്ടൺ. 3 വാക്കുകളുണ്ട് ഇതിൽ. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. ഇതിന്റെ ചോദ്യം എനിക്ക് എഴുതാമായിരുന്നു, അതെങ്ങനെയായിരിക്കും മലയാളത്തില്? അത് നോക്കുക. ഓരോ സ്ഥലത്തും ഭാഷയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. മലയാളത്തിൽ തന്നെ എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു, ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടുക. വെർബിന്റെ ആദ്യത്തെ വാക്ക് കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. ഇതിലെ വെർബ് ഏതാണ്? കുഡ് ഹാവ് റിട്ടൺ. 3 വാക്കുകൾ ഒരുമിച്ചാണ്, അതാണ് വെർബ്. കുഡ് ആണെന്ന് പറഞ്ഞേക്കരുത്, ഹാവ് ആണെന്ന് പറഞ്ഞേക്കരുത്, റിട്ടൺ ആണെന്ന് പറഞ്ഞേക്കരുത്. കുഡ് ഹാവ് റിട്ടൺ, അതാണ് വെർബ്. 3 വാക്കുകൾ. അതിൽ ആദ്യത്തെ വാക്ക് കൊണ്ടൊന്ന് മുന്നിലിട്ടാല് ചോദ്യമായി. കുഡ് ഐ ഹാവ് റിട്ടൺ. എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നു. നേരത്തെ കണ്ടതുപോലെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേ രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, നമുക്ക് നോക്കാം. കുഡ് ഐ ഹാവ് റിട്ടൺ. എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു. കുഡ് ഐ ഹാവ് ഗോൺ. എനിക്ക് പോകുവാൻ കഴിയുമായിരുന്നു, എനിക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു. കുഡ് ഐ ഹാവ് ഹെൽപ്ഡ്. എനിക്ക് സഹായിക്കുവാൻ സാധിക്കുമായിരുന്നു. കുഡ് ഐ ഹാവ് കട്ട് ദ ട്രീ. എനിക്ക് ആ മരം മുറിക്കുവാൻ കഴിയുമായിരുന്നു. കുഡ് ഐ ഹാവ് ബ്രോട്ട് എ ബുക്ക്. എനിക്കൊരു പുസ്തകം കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. കുഡ് ഐ ഹാവ് സങ്. എനിക്ക് പാടാൻ കഴിയുമായിരുന്നു. അടുത്തത് ബി വെച്ച് നോക്കാം. ഞങ്ങൾ, നമ്മൾ, അല്ലെ? ബി ആണ് അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. കുഡ് വി ഹാവ് റിട്ടൺ. നമുക്ക് എഴുതാൻ കഴിയുമായിരുന്നു. കുഡ് വി ഹാവ് ഗോൺ. നമുക്ക് പോകാൻ കഴിയുമായിരുന്നു. കുഡ് വി ഹാവ് ഹെൽപ്ഡ്. നമുക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. കുഡ് വി ഹാവ് കട്ട് ദ ട്രീ. നമുക്ക് ആ മരം മുറിക്കാൻ കഴിയുമായിരുന്നു. കുഡ് വി ഹാവ് ബ്രോട്ട് എ ബുക്ക്. നമുക്കൊരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കുഡ് വി ഹാവ് സങ്. നമുക്ക് പാടാൻ കഴിയുമായിരുന്നു. ഇനി യു വെച്ച് നോക്കാം. കുഡ് യു ഹാവ് റിട്ടൺ. നിനക്ക് എഴുതാൻ കഴിയുമായിരുന്നു. കുഡ് യു ഹാവ് ഗോൺ. നിനക്ക് പോകാൻ കഴിയുമായിരുന്നു. കുഡ് യു ഹാവ് ഹെൽപ്ഡ്. നിനക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. കുഡ് യു ഹാവ് കട്ട് ദ ട്രീ. നിനക്ക് ആ മരം മുറിക്കാൻ കഴിയുമായിരുന്നു. കുഡ് യു ഹാവ് ബ്രോട്ട് എ ബുക്ക്. നിനക്കൊരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കുഡ് യു ഹാവ് സങ്. നിനക്ക് പാടാൻ കഴിയുമായിരുന്നു. അടുത്തത് ഹി വെച്ചാണ്. ഹി സിംഗുലർ ആണ്, ഇതേപോലെ തന്നെ ഉപയോഗിക്കുക. മറ്റൊന്ന് ശ്രദ്ധിക്കുക, ഹി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഹാസ് ഉപയോഗിക്കില്ല. കുഡ് ഹാവ് അതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹാവ് ഒരിക്കലും മാറില്ല, ഹാവ് തന്നെ വയ്ക്കണം. കുഡ് ഹി ഹാവ് റിട്ടൺ. അവന് എഴുതാൻ കഴിയുമായിരുന്നു. കുഡ് ഹി ഹാവ് ഗോൺ. അവന് പോകാൻ കഴിയുമായിരുന്നു. കുഡ് ഹി ഹാവ് ഹെൽപ്ഡ്. അവന് സഹായിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹി ഹാവ് കട്ട് ദ ട്രീ. അവന് ആ മരം മുറിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹി ഹാവ് ബ്രോട്ട് എ ബുക്ക്. അവനൊരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കുഡ് ഹി ഹാവ് സങ്. അവന് പാടാൻ കഴിയുമായിരുന്നു.
ഷീ ആണ്. ഷീ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, ദയിലേക്ക് പോകുന്നു. ഷീ ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ദേ അവർ അല്ലെങ്കിൽ ഇവർ. കുഡ് ദേ ഹാവ് റിട്ടൺ, കുഡ് ദേ ഹാവ് റിട്ടൺ അവർക്ക് എഴുതാൻ കഴിയുമായിരുന്നു. കുഡ് ദേ ഹാവ് ഗോൺ അവർക്ക് പോകാൻ കഴിയുമായിരുന്നു. കുഡ് ദേ ഹാവ് ഹെൽപ്ഡ് അവർക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ദേ ഹാവ് കട്ട് ദ ട്രീ അവർക്ക് ആ മരം മുറിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ദേ ഹാവ് ബ്രോട്ട് എ ബുക്ക് അവർക്കൊരു പുസ്തകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കുഡ് ദേ ഹാവ് സങ് അവർക്ക് പാടാൻ കഴിയുമായിരുന്നു. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുഡ് ഹാവിന്റെ ഉപയോഗമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ വാചകം നമ്മൾ കണ്ടു, ഐ കുഡ് ഹാവ് റിട്ടൺ എനിക്ക് എഴുതാമായിരുന്നു. ഇന്ന് അതിന്റെ ചോദ്യം എനിക്ക് എഴുതാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് എഴുതുവാൻ കഴിയുമായിരുന്നു. കുഡ് ഐ ഹാവ് റിട്ടൺ. ഇനി 2 വാചകങ്ങൾ കൂടി ഉണ്ട്. സാധാരണ 4 വാചകങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അടുത്തത് നെഗറ്റീവ് ഉണ്ട്, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് ചോദ്യം. വുഡ് ഹാവ് കണ്ടു, ഷുഡ് ഹാവ് കണ്ടു, ഇപ്പോൾ കുഡ് ഹാവ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അറിയാമായിരിക്കും, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാതെ വേറൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് പ്രാക്ടീസ് നിർബന്ധമായിട്ടും ചെയ്യണം. അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇതിന്റെ ഈ ചോദ്യം, അതിന്റെ ആ മലയാളം കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതാണ്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ മറ്റു വെർബ്സ് ഒക്കെ ഉപയോഗിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. വാചകത്തിന് അർത്ഥമുണ്ടോ എന്ന് പ്രത്യേകം നോക്കണേ. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കുക. 16 ലിസ്റ്റുകളാണ് ഉള്ളത്. എല്ലാ വാക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി പുതിയ വെർബ്സും പഠിക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ പുതിയ വാക്കുകൾ ഉച്ചാരണം അർത്ഥമൊക്കെ പഠിക്കാൻ നോക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്.
അത് ഒഴിച്ചു ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. slay, slew, slain, take, took, taken, shake, shook, shaken, freeze, froze, frozen, forsake, forsook, forsaken, arise, arose, risen, rise, rose, risen. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്, അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്, അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്, ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്, ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്, chew, chewed, chewed, contain, contained, contained, belong, belonged, belonged, damage, damaged, damaged, delay, delayed, delayed, gaze, gazed, gazed, examine, examined, examined, end, ended, ended, embarrass, embarrassed, embarrassed, explode, exploded, exploded, dust, dusted, dusted, dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്, ഡെക്കറേറ്റ്, ഡെക്കറേറ്റഡ്, ഡെക്കറേറ്റഡ്, accept, accepted, accepted, include, included, included, hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ലെ പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.